അതെ, നമുക്കൊന്നൊരു നെല്ലിക്ക അച്ചാർ തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുത്ത നെല്ലിക്കയാണ്. അത് നമ്മുടെ ആവശ്യാനുസരണം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത നെല്ലിക്കയിലോട്ട് ഇനി മസാലകൾ ആഡ് ചെയ്യാവേ. അതിനായിട്ട് 3 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 3 സ്പൂണ് പിക്കിൾ പൗഡർ ചേർക്കുവാണ്. അതുപോലെ 3 സ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. മസാലപ്പൊടികൾ എല്ലായിടത്തും ആകുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ കടുക് പൊട്ടിക്കുവാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന നെല്ലിക്ക ആഡ് ചെയ്യാവേ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലെണ്ണ എല്ലായിടും ആകുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ചാറിന് ആവശ്യമുള്ള ചൂടുവെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ തയ്യാറാകും കേട്ടോ. നെല്ലിക്ക അച്ചാർ തയ്യാറായിട്ടുണ്ട്.